ഹലോ ഫ്രണ്ട്സ്, ഇത് എൽ ജിയുടെ 110 എ സി ആണ്. കുറച്ച് ഓൾഡ് മോഡൽ വരുന്ന എ സി ആണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താ വെച്ചാൽ ഇതിൽ ഗ്യാസ് അടിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസമേ ഗ്യാസ് നിൽക്കുന്നുള്ളൂ. ഗ്യാസ് ലീക്കായി പോവുകയാണ്. നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ വാൾവിലാണ് ലീക്ക് കണ്ടത്. ഹാഫിൻ്റെ വാൾവിലാണ് ലീക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വാൾവ് അയച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി അയച്ചെടുത്തിട്ട് നമുക്കത് വെൽഡ് ചെയ്തിട്ട് റെഡി ആവുമോ എന്ന് നോക്കണം. വാൾവ് വെൽഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ 2 നിപ്പിളുണ്ട്, അത് അയച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വാസർ ഈ ചൂടായിക്കാണ്ട് ലീക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇതുപോലത്തെ ഗ്യാസ് ചാർജ് ചെയ്യുന്ന സ്ഥലത്തെ നിപ്പിളാണ്. ഈ 2 വാസർ വരുന്ന ഈ സാധനം നിപ്പിൾ 2 ഊരി വെക്കണം. ശേഷം മാത്രമേ വെൽഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബെൻഡിലായിരുന്നു ലീക്ക്. ബെൻഡിലൊക്കെ നല്ല രീതിയിൽ വെൽഡിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മൈന്യൂട്ട് ലീക്ക് ആണെങ്കിൽ പോലും ഗ്യാസ് അടിച്ച് കഴിഞ്ഞാൽ വല്ലാതെ നിൽക്കുന്നില്ല ഗ്യാസ്. അങ്ങനെ അത് നമ്മൾ എ സിയിൽ ഔട്ട്ഡോറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, വെൽഡിങ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് തുണി നനച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഹീറ്റ് വല്ലാതെ വാൾവിന് വരില്ല. വെൽഡിംഗ് ഒക്കെ ചെയ്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. വെൽഡിങ് ചെയ്ത് കൊടുത്ത് എവിടെയെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ശേഷം നമ്മൾ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് വേക്കം ചെയ്യാണ്. വാൾവ് ഊരിയത് കൊണ്ട് തന്നെ ഫുള്ള് ഗ്യാസും ഉള്ളിലോട്ട് എയറൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പം മസ്റ്റായിട്ട് വാക്യൂം ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല കൂളിങ് നമുക്ക് ലഭിക്കുള്ളൂ. ഒരു 10-15 മിനിറ്റെങ്കിലും വാക്യൂം ചെയ്യണം. 2 യൂണിറ്റും കൂടി ഒപ്പമാണ് വാക്യൂം ചെയ്യേണ്ടത്. ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും കൂടി ഒന്നിച്ചാണ് വാക്യൂം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗ്യാസ് ചാർജിങ് ചെയ്യാണ്. ഗ്യാസ് അടിക്കുകയാണ്. R22 പറഞ്ഞ ഗ്യാസാണ് ഇതിൽ വരുന്നത്. ഏകദേശം ഒരു 1 kg അടുത്ത് ഇതിലോട്ട് ഗ്യാസ് ആവശ്യമാണ്. ഓൾഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഗ്യാസ് അത്യാവശ്യം വേണ്ടി വരും. നമ്മൾ എ സി ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഗ്യാസ് ടോപ്പ് അപ്പ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ എ സി ഓൺ ചെയ്യുക. ആ ടൈം കൊണ്ട് തന്നെ ഇതിൻ്റെ വാൾവുകളൊക്കെ നമ്മൾ ജോയിൻ്റ് അടിച്ച വാൾവിൽ ലീക്ക് ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോയെന്ന്. ഇപ്പോൾ ഔട്ട്ഡോർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഔട്ട്ഡോർ എടുത്തു. അവിടെ എടുത്തപ്പോൾ ഏകദേശം ഗ്യാസിൻ്റെ പ്രഷർ ഏകദേശം 0 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 22 ഗ്യാസിൻ്റെ പ്രഷർ ഏകദേശം ഒരു 60-80 ഉള്ളിൽ നിൽക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ്. കൂളിങ്ങിനനുസരിച്ച് ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. കംപ്രസറിൻ്റെ പമ്പിങ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. ഏകദേശം ഒരു മിനിമം 60 പൗണ്ടെങ്കിലും ഗ്യാസ് ഇതിന് വേണം. അങ്ങനെ മറ്റേ സിലിണ്ടർ ഗ്യാസ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയ സിലിണ്ടർ കണക്ട് ചെയ്തിട്ട് അത് ഗ്യാസ് ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ സിയുടെ വർക്കിനനുസരിച്ച് അല്പം ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഏകദേശം 40 പൗണ്ടിന് മേലുള്ള ഗ്യാസ് ഇപ്പോൾ ഗ്യാസ് ചാർജിങ് ആയിട്ടുണ്ട്. കണ്ടൻസേഷന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഹീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഏകദേശം 60
60 PSI വരെ ഗ്യാസ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഫുള്ള് ഗ്യാസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടേൺ കോയിൽ സെക്ഷൻ ലൈന് നല്ല കൂളിംഗ് ഉണ്ടോ എന്ന് നോക്കുക. അത് സെക്ഷൻ ലൈന് കൂളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഗ്യാസ് ആയി എന്നാണ്. അതുപോലെ തന്നെ കണ്ടൻസേഷൻ ചെക്ക് ചെയ്യുക. കണ്ടൻസേഷൻ എല്ലാ ഭാഗത്തും ഹീറ്റുണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഫിൽറ്ററൊക്കെ നല്ല പൊടി കയറിയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതുപോലെ നല്ല തട്ടി ഇതാക്കുക. അതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുക്കുക. നല്ല ഉള്ള പൊടി ഇതൊക്കെ റിമൂവ് ആയിക്കോളും. അങ്ങനെ നമ്മളെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. AC വർക്കിംഗ് ഒക്കെ ഓക്കെ ആയി. കൂളിംഗൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇട്ട് വെച്ചൊക്കെ ചെക്ക് ചെയ്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.